ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഒരു മോരുകറി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കപ്പങ്ങയാണ്. കപ്പങ്ങ നന്നാക്കി കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പച്ചമുളകും വേപ്പിലയും ഉപ്പും ചേർത്ത് വേവിച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അടിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങയും തൈരും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. തൈരോ അല്ലെങ്കിൽ മോരോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് ചേർക്കുക. ഇനി അതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. മോരുകറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കടുക് ഒന്ന് താളിച്ചെടുക്കാം. കടുക്, വേപ്പില, പച്ചമുളക്, അതിനുശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് മോരുകറി റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചെമ്മീൻ്റെ തല കളഞ്ഞിട്ടില്ല. നമ്മൾ ഈ ചമ്മന്തിക്ക് തല എടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഉപ്പും വെള്ളവും കൂടി ഇട്ട് വെച്ച ചെമ്മീൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെമ്മീൻ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരവിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഒരുപാട് അങ്ങനെ വാടണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഉള്ളി, ചുവന്നുള്ളിയും കൂടി ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ഇത് മിക്സിയിൽ ജാറിൽ അടിക്കുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇപ്പം മുളക് പൊടി ചേർക്കണ്ട. ഞാൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പുളി ചേർക്കുന്ന സമയത്ത് ജാറിൽ അടിക്കുമല്ലോ നമ്മൾ, ആ സമയത്ത് പച്ചമുളകും പുളിയും കൂടി ചേർത്ത് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ അടിച്ച് എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഉച്ചയൂണാണ്. അപ്പോൾ നമ്മൾ സിമ്പിളാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും പിന്നെ കുറച്ച് ഉണക്കമീൻ വറുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കപ്പങ്ങുള്ള മോരുകറി. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം.